പാപമരണം സംഭവിച്ചവർക്ക് എന്താണെന്നറിയാവോ? ന്യായവിധി. അങ്ങനൊരു സംഭവം എപ്പോഴും ഓർത്തിരിക്കേണ്ട അടുത്ത കാര്യമാണ് ന്യായവിധി. യോഹന്നാന്റെ സുവിശേഷം 3:18 മുതലുള്ള വചനം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. പിന്നെ വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി തന്നെ ന്യായവിധി. പ്രത്യേക ഒരു ജഡ്ജി ക്രമക്കൂട്ടിൽ നിർത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ നല്ലതായിരുന്നില്ല. നമ്മൾ ആ വചനം ഒന്നുകൂടെ വായിച്ചേ. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും. ഇതാണ് ശിക്ഷാവിധി. ഇനി എന്താണ് ശിക്ഷാവിധി? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും. ആരാ പ്രകാശം? ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശു പറഞ്ഞു, യോഹന്നാൻ 8:12. അപ്പം യേശു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി, മനുഷ്യർ യേശുവിനേക്കാൾ അധികമായും അന്ധകാരത്തെ സ്നേഹിച്ചു, ഇരുട്ടിനെ സ്നേഹിച്ചു, പിശാചിനെ സ്നേഹിച്ചു, പിശാചിന്റെ പ്രവൃത്തികളെ സ്നേഹിച്ചു, പിശാചിന്റെ വസ്തുവകളെ സ്നേഹിച്ചു. പിന്നെ കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. കാരണം എന്താണെന്നറിയോ? യേശുവിനെ സ്നേഹിക്കാതെ, യേശുവിൻ്റെ വചനങ്ങളെ സ്നേഹിക്കാതെ വിശ്വസിക്കാതിരിക്കാൻ കാരണം ഒരു വ്യക്തിയുടെ ജീവിതം കറക്റ്റല്ല. അയാളുടെ ഉള്ളു കറക്റ്റല്ല. പുറമേ നല്ല മനുഷ്യനായിരിക്കാം, ഉള്ളു കറക്റ്റല്ല. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. യേശുവിനെ സ്നേഹിക്കുന്നിടത്താണ് സ്വർഗരാജ്യം ഇരിക്കുന്നത്. യേശുവിനെ വിശ്വസിച്ചാൽ എന്തു ചെയ്യും? വിശ്വസിക്കുന്നവൻ യേശു പറഞ്ഞ വാക്കുകൾക്കൊക്കെ വില കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ യേശു ക്രിസ്തുവിന് എന്നെ രക്ഷിക്കാനും എന്നെ വീണ്ടെടുക്കാനും എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാനും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തി യേശു പറയുന്ന വചനങ്ങൾ അനുസരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയൊരു ചാൻസ് യേശുവിന് കൊടുക്കണം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനം കൊടുക്കണം. അവൻ്റെ വാക്കുകൾക്ക് അത്രയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? പ്രകാശം കിട്ടും. അവൻ്റെ വെളിച്ചത്തിലേക്ക് വരും. ആ വെളിച്ചത്തിൽ നോക്കുമ്പോഴാണ് സ്വർഗം കാണുന്നത്, വിശുദ്ധന്മാരെ കാണുന്നത്, അതുപോലെ നരകം കാണുന്നത്, സ്നേഹം എന്താണെന്ന് കാണുന്നത്. സ്നേഹരാഹിത്യം തിരിച്ചറിയുന്നതൊക്കെ യേശുവിൻ്റെ പ്രകാശത്തിൽ, യേശുവിൻ്റെ കണ്ണുകൾ കൊണ്ട്, ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കൊണ്ട് ലോകത്തെ നോക്കണം. അത് ഉണ്ടാവണം. ഇതിപ്പോൾ അതില്ല. അതുകൊണ്ട് പ്രകാശത്തെ വെറുത്തവർ ആദ്യം ചെന്ന് വീഴുന്ന അന്ധകാരത്തിൻ്റെ ലോകത്തിൽ എന്നാക്കി കഴിയുന്നത്? ഗലാത്യ 5:19. ജഡത്തിൻ്റെ പ്രവണതകൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, കലഹം, ഭിന്നത, വഞ്ചന, പിന്നെ ഭോഗാസക്തി, എല്ലാം കൂടെ കിടന്ന് കളിക്കുക. നമ്മൾ നോക്കിക്കേ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നോക്കിക്കേ. ഈ ജഡീക വ്യാപാരങ്ങളിൽ പറയുന്ന ഏതെങ്കിലും ഒന്നിൻ്റെ കുറവ് നമുക്കുണ്ടോ? നമ്മുടെ കുടുംബം എടുത്ത് നോക്കിക്കേ. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സാധനം ഇല്ലാതെ ഉണ്ടോ? ഭിന്നതയ്ക്ക് കുറവുണ്ടോ? നേരെ കണ്ടാൽ ഒരു പള്ളിയിൽ 2 പേര് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താണ്? അവൻ പുറകോട്ട് വലിയും, കൈവസ്തു കൊടുക്കേണ്ടതല്ലേ എന്നോർത്ത്. പല ആളുകളുടെ അവസ്ഥ ഇതാണ്. പ്രിയമുള്ളവരെ, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ, ഭിന്നത, കലഹം, വഞ്ചന, ചതി, ഇതെല്ലാം ഇന്ന് അന്വേഷിച്ച് ജഡത്തിൻ്റെ പിശാചിൻ്റെ വ്യാപാരങ്ങൾ അന്വേഷിച്ച് ലോകത്തിലെങ്ങും നമ്മൾ കറങ്ങി നടക്കേണ്ടത്. ഇത് എവിടെയാണെന്നൊന്ന് അറിയാൻ, പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രിയമുള്ളവർ ലോകത്തിലെങ്ങും പോകണ്ട, ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശിക്ഷാവിധിയുടെ കീഴിലേക്ക് ക്രൈസ്തവ സഭകൾ ചെന്ന് പെട്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണടച്ചാലൊന്നും ഇരുട്ടാകുകയില്ല പ്രിയമുള്ളവർ. ഞാൻ കണ്ണടച്ചാലോ നിങ്ങൾ കണ്ണടച്ചാലോ ഈ ഭൂമിയിൽ ഇരുട്ടുണ്ടാകുകയില്ല. പക്ഷേ നമുക്ക് ലോകം അവസാനിച്ചെന്നും പിന്നെ ഇപ്പോൾ ഇരുട്ടാണെന്നും ഒക്കെ വേണേൽ വിളിച്ച് പറയാം. കണ്ണടച്ച് പിടിച്ചിട്ട് പറയാം, സൂര്യൻ ഇന്ന് ഉദിച്ചില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് എഴുന്നേക്കാൻ മടിയാ, അതുകൊണ്ട് ഞാൻ വിളിച്ച് പറയുകയാണ്. പിള്ളേർ പറഞ്ഞു, തിരുമേനി രാവിലെ ക്ലാസ് ഉണ്ട്. ഞാൻ കണ്ണടച്ച് പിടിച്ചു, വാച്ച് നിർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നേരം വെളുത്തിട്ടില്ല, 5 മണി എന്ന് പറയുന്ന സമയം മാറിയിട്ടില്ല, മൊത്തം ഇരുട്ടാണ്, നീ പോയി കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞതുകൊണ്ട് നേരം വിളിക്കാതിരിക്കുമോ?
അതുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിലെ ഓരോ ക്രിസ്ത്യാനി ഓർത്തിരിക്കേണ്ട കാര്യം, ഞാൻ കണ്ണടച്ചതുകൊണ്ടോ നിങ്ങൾ കണ്ണടച്ചതുകൊണ്ടോ വൈദികർ കണ്ണടച്ചതുകൊണ്ടോ ഒന്നും ഈ ലോകം അസ്തമിക്കുകയോ ഉദിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികളായി നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിലുള്ളവരെങ്ങനെ പോകുന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെ പോകണമെന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം യേശു ക്രിസ്തു വ്യക്തിപരമായി ഈ സഭയിലൂടെ കൂദാശകളിലൂടെ നമ്മളെ വീണ്ടെടുത്തതാണ്. അപ്പോൾ ഓർക്കുക, അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ. ഇനി വായിച്ചേ. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. കണ്ടോ പ്രിയമുള്ളവരെ, സുവിശേഷത്തെയും യേശുവിനെയും സുവിശേഷ ശുശ്രൂഷയെയും പലരും വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ സുവിശേഷത്തിലേക്ക് വന്നാൽ, സുവിശേഷം വെളിപ്പെടുത്തപ്പെടാൻ തുടങ്ങിയാൽ, ഇത് പ്രചരിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ദുഷ്ടപ്രവൃത്തികൾ വെളിപ്പെടുമെന്നതുകൊണ്ട് വെളിച്ചം വരാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷ ശുശ്രൂഷയോട് പലർക്കും അറപ്പാണ്, വെറുപ്പാണ്. ആത്മീയ ശുശ്രൂഷ ആരംഭിച്ചു കഴിയുമ്പോൾ, സുവിശേഷ വെളിച്ചം ജനം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ, ദേവാലയത്തിലേക്ക് താല്പര്യത്തോടെ ജനങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ, അവർ കുമ്പസാരിക്കാൻ തിടുക്കം കാണിക്കുമ്പോൾ, കുർബാന അനുഭവിക്കാൻ ആർത്തി കാണിക്കുമ്പോൾ പള്ളികളിലെല്ലാവരുടെ വട്ടം കൂടും. അങ്ങനെ എന്നും ആരും കുർബാന അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സുവിശേഷ ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്നത് സ്വന്തം പ്രവർത്തികൾ. ആന്തരികമായി മോശമായ വ്യക്തികൾ, പ്രിയമുള്ളവരെ, സുവിശേഷ ശുശ്രൂഷയെ ദുഷിക്കുകയും പഴിക്കുകയും മനുഷ്യൻ നന്നാകുന്നതിനെ ഏതെങ്കിലും രീതി തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പലരും ഇതുപോലെ ഈ സുവിശേഷ ശുശ്രൂഷയെ ഒളിഞ്ഞും തെളിഞ്ഞും ഉപദ്രവിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ സുവിശേഷ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്വീകാര്യത കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിൽ കിടക്കുന്നവർ, അവർ പോലും അറിയാതെ അവരുടെ ആന്തരിക മനുഷ്യനിൽ ദൈവ സുവിശേഷത്തോട് പ്രകാശത്തോടും വളരെ എതിരായിരിക്കും. അവരുടെ ആന്തരിക മനുഷ്യനെതിരായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് ന്യായവിധി, ശിക്ഷാവിധി. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ശിക്ഷാവിധിയിലായിരുന്നോ കിടന്നത്? അതെ, ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ എല്ലാവരോടും നിർബന്ധിച്ച്, എടാ പോടാ, നീ ഒന്ന് കൂടറാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് തള്ളി ഉന്തി വിട്ട്. അപ്പോൾ ഓർക്കുക, ഇതാണ് ന്യായവിധി, ശിക്ഷാവിധി. ഇതാണ് ഈ ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ വ്യക്തികൾക്ക് കർത്താവിലേക്ക് വരാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തി, അപ്പനും അമ്മയൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവന് മാനസാന്തരം ഉണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അവനിലേക്ക് വരും. ആ കരുണ കിട്ടിയവരാണ് ഈ ശിക്ഷാവിധിയുടെ ബന്ധനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പിടിച്ചു വലിച്ച് പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ശിക്ഷാവിധി എന്താന്ന്, വിധി എന്താന്ന് മനസ്സിലായി. ഇതാണ് വിധി. നമ്മൾ തന്നെ ഏറ്റുവാങ്ങുന്നതാണ്, ദൈവം തരുന്നതല്ല. ഈ വചനത്തിന് മുമ്പിൽ വേണോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ഒരുത്തരങ്ങോട്ട് ഒരുത്തനിങ്ങോട്ട്. ഈ വചനം സ്വീകരിക്കുന്നവൻ വചനത്തിനുള്ളിലൂടെ അകത്തേക്ക് വരും, അല്ലാത്തവൻ അതിലൂടെ തിരിഞ്ഞങ്ങ് പോകും. ഇതെന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇനി പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് എന്താണ് സ്വർഗമെന്ന് ചിന്തിക്കാം. സ്വർഗരാജ്യം എന്താണ്? സ്വർഗരാജ്യം റോമാലേഖനം 14:17. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമല്ല, പാനീയമല്ല, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയാണേലും പ്രശ്നമൊന്നുമില്ല. പിന്നെന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയായി കഴിയുമ്പോൾ മരണത്തിൻ്റെ നിഴലിൽ നിന്ന് ജീവനിലേക്ക് ഒരു മനുഷ്യൻ കടക്കും. അവൻ സുവിശേഷം ഇഷ്ടപ്പെടും, ദൈവത്തിൻ്റെ വചനം അവനെ വിധിക്കും. ആ ദൈവവചനത്തിൽ നേരെ വന്നിട്ട് അവൻ തീരുമാനിച്ചു, ഈ വചനമാണ് സത്യം, അതുകൊണ്ട് എനിക്ക് ഈ വചനം വിശ്വസിച്ച് ജീവിക്കണം, ഈ പ്രകാശത്തിൽ കൊണ്ട് നടക്കണം. അവൻ തീരുമാനമെടുക്കും. അങ്ങനെ തീരുമാനമെടുത്ത്
കർത്താവിൻ്റെ സുവിശേഷ വചനങ്ങളെ വിശ്വസിച്ച് ജീവിതം ക്രമപ്പെടുത്തും. അങ്ങനെ ക്രമപ്പെടുത്തുന്ന വ്യക്തിയിലേക്ക് ദൈവം, പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ ചൊരിയാൻ തുടങ്ങും. പുത്രനായ യേശുവിനെ, വചനമാകുന്ന യേശുവിനെ വിശ്വസിച്ച് വ്യക്തമായി ജീവിതം കൊണ്ട് ആന്തരിക മനുഷ്യനിൽ മാനസാന്തരമുണ്ടായി പാലിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു വല്ലാത്ത സമാധാനമുണ്ട്. ദൈവമേ, മരിച്ചാലും വേണ്ടില്ലായിരുന്നു, എന്ത് സമാധാനം. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ദൈവരാജ്യം. അപ്പം നിങ്ങളിനി സ്വർഗം, ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ ധ്യാനമൊക്കെ കൂടിയപ്പോൾ ഒരു വല്ലാത്ത സമാധാനം കിട്ടുന്നില്ലേ? ഒരു ശരീരത്തിന് വെയിറ്റൊക്കെ കുറഞ്ഞ പോലെ, പിന്നെ നല്ലൊരു സുഖം, മനസ്സിനൊക്കെ ഒരു, ശരീരത്തിനൊക്കെ ഒരു നല്ല സ്വസ്ഥത, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ഏതാൻ തോട്ടത്തിൽ അങ്ങനെയായിരുന്നു. ആദാമൊക്കെ പോയി ഒരു ആപ്പിൾ പറിച്ച് തിന്നും, കഴിഞ്ഞ് കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കുറച്ചുകൂടെ ഉച്ചയ്ക്ക് വെയിൽ കൂടും, ഉടനെ ദാഹം വരും, ഉടനെ വെള്ളം കോരി കുടിക്കും. അങ്ങനെ ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാതെ ശാന്തമായി സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക. ആ അവസ്ഥ പലർക്കും ഇന്ന് കിട്ടാതെ പോകും. കോടീശ്വരന്മാർക്ക് പോലും ഇല്ലിത്. അപ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗം രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വല്ലാത്തൊരു സമാധാനം. പണം ഇല്ലേലെന്നാ. ഭാര്യ പറയും, മനുഷ്യ നമുക്ക് പൈസയൊന്നും ഇല്ലേലെന്നാ, സമാധാനമായിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തിയിട്ട് ഉള്ള കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അതിൻ്റെ ബാക്കി നമ്മളും കഴിച്ച് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ഇതിൽ കൂടുതൽ സമാധാനം വേണോ? ഭാര്യയ്ക്കത് പറയാൻ പറ്റും. പരിശുദ്ധാത്മാവില്ലാത്ത ഭാര്യ എന്നാ പറയും? നിങ്ങളിവിടെ കുത്തിയിരുന്നോ, ആണ്ട് അപ്പുറത്തെ ആണ്ട് പുള്ളി അവിടെ എന്തോരം ബിസിനസ്സൊക്കെ നടത്തിയാണ്ട് കാശുണ്ടാക്കുന്നു. അവർ നാളെ ഇവിടെ വലിയ കെട്ടിടം പണിത് കഴിയുമ്പോൾ നമ്മുടെ കെട്ടിടം ഇവിടെ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് ചെറുതായി പോകും. അതുകൊണ്ട് അവർ വളരുന്നതനുസരിച്ച് നമ്മളും വളരണം. അത് കേട്ട് കഴിയുമ്പം പുള്ളിക്കാരൻ ആദ്യം കൂടും. ആദ്യം കൂടി കഴിയുമ്പോൾ ഒരു ലോൺ എടുക്കും. ലോൺ എടുത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ലോണിൻ്റെ കാര്യം മാത്രമേ ഓർക്കത്തുള്ളൂ, പലിശയുടെ കാര്യം മറന്നുപോകും. ആദ്യത്തെ അടവ് അടച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 1,00,000 രൂപ ലോൺ എടുത്തതാണ്, 5,000 രൂപ മൂലധനത്തിലേക്കും പോയി, 95,000 രൂപ പലിശയ്ക്കും പോയി. അപ്പോൾ അവസാനം പ്രിയമുള്ളവരെ, ആദിഭൂതം എടുത്ത് കടബാധ്യതയും വന്ന് തീരാൻ പോകുന്നു എന്ന് കാണുമ്പോൾ, എന്നാ ഇടി നമുക്ക് തൂത്തുട്ടിച്ചാപ്പലിൽ പോയൊരു ധ്യാനം കൂടെ. ഇവിടെ നമ്മുടെ ചില ആളുകളൊക്കെ, പുറത്തുള്ള ആളുകളെല്ലാം ചിന്തിക്കും, ദൈവമേ അവർക്ക് ടെൻഷനാണ്. എന്നാന്നറിയോ ടെൻഷൻ? എന്നാണെന്നറിയോ? ആ തൂത്തുട്ടിച്ചാപ്പലിൽ എപ്പം നോക്കിയാലും ഒരു 10 കാറെങ്കിലും കിടപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ സ്തോത്രകാഴ്ച കൊണ്ടുപോയി ഇടുകയും ഡൊണേഷൻ കൊടുക്കുകയും ചെയ്താൽ ഈ തിരുമേനിയുടെ ഗതി എന്തായിരിക്കും? കണ്ടമാനം പൈസ അട്ടിയിട്ട് പുള്ളിക്കാരനെ സുഖിക്കുക എന്നാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലർക്കും ടെൻഷനാണ്. അതുകൊണ്ട് അവർ കിടന്നങ്ങ് വിഷമിക്കുക. ഈ അടുത്ത കാലത്ത് പ്രിയമുള്ളവരെ, ഞാൻ അവരോട് പറഞ്ഞ്, ഈ കാറൊക്കെ ഉള്ളൂ, എല്ലാം പൊട്ടിയ പാർട്ടികളാണ് സാധാരണയായിട്ട് ഇവിടെ ധ്യാനത്തിന് വരുന്നത്. 65 ലക്ഷം രൂപ കടം, 80 ലക്ഷം രൂപ കടം, 90 ലക്ഷം രൂപ കടം. അപ്പം ഞാൻ പറഞ്ഞു, ഈ 90 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയുന്ന ആൾക്ക് സ്തോത്രകാഴ്ച ഇടാൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താലോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. അതവസ്ഥ. അപ്പോൾ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ, ദൈവമേ അവർക്ക് നല്ല കാറൊക്കെ ഉണ്ട്, കാറ് മാത്രമേ ഉള്ളൂ, അത് ഇപ്പോൾ എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ മേലാത്ത അവസ്ഥ. ഇതൊക്കെയാണ് പല മനുഷ്യൻ്റെ അവസ്ഥ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. 60 കോടി രൂപ ആസ്തിയുള്ള ഒരാളെ പരിചയപ്പെട്ടു. 60 കോടി. എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. 60 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും, തിരുമേനിക്ക് അത്രയും വലിയ ആളുകളൊക്കെ ആയിട്ട് പരിചയമുണ്ടോ അല്ലേ? കയറി വന്നത് പ്രിയമുള്ളവർ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാറയിലാണ്. അതവിടെ കൊണ്ട് നിർത്തി. ആളുകളൊക്കെ ഇറങ്ങി വന്ന്, തിരുമേനി ഒന്ന് കാണാൻ. ഞാൻ വന്നിരുന്നു. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. കുറച്ചേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. എന്നാലും എത്ര കാണുമായിരിക്കും? കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് വല്ലോ 1 ലക്ഷമോ 2 ലക്ഷമോ വേണമാണ് നമുക്ക് കൊടുത്ത് സഹായിക്കാമല്ലോ. അവർക്ക് എന്തൊരു ചോദിച്ചാൽ പറയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു 20 കോടി രൂപ വേണം. 20 കോടി. ഒരു ദിവസം 10 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അവസാനം അവരൊരു രഹസ്യം പറഞ്ഞു, എൻ്റെ തിരുമേനി
ഞങ്ങൾ രാവും പകലും ജോലിയെടുക്കും. ഒരു ദിവസം ബോംബെയിലാണെങ്കിൽ പിറ്റേ ദിവസം ഹൈദരാബാദ്, പിറ്റേ ദിവസം മദ്രാസിൽ സാധനങ്ങൾ എടുക്കാൻ പോകുന്ന തുണിക്കട. എന്നാൽ 500 രൂപ ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ് 2 പേർക്കും കൂടി 500 രൂപ ഒരു ദിവസം എടുക്കാൻ ഞങ്ങളുടെ കമ്പനിയിലില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു 750 രൂപ തന്നേക്കാം, ഇവിടെ ജോലി ചെയ്തു. പറഞ്ഞില്ല, പറയാൻ മനസ്സ് വിചാരിച്ച്. അവർക്ക് അതിനേക്കാൾ ഭേദമല്ലേ 750 രൂപ ഒന്നും അറിയാതെ കിട്ടും. എവിടെയെങ്കിലും പണി ചെയ്താൽ പോരെ, ഈ ചുമട് ചുമക്കണോ? അവർ വേർത്ത് കുളിച്ചിട്ട് ഞാൻ വചനമൊക്കെ പറഞ്ഞു കൊടുക്കും. ഏത് വചനമാണ് വായിക്കേണ്ടേ? ഞാൻ സങ്കീർത്തനമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ എൻ്റെ തൊണ്ട പറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു കാഴ്ച കണ്ട്. എന്താണെന്നറിയാമോ? സ്വർഗവും നരകവും എനിക്ക് അന്നാണ് മനസ്സിലായത്. പ്രിയമുള്ളവരെ, അവരെ കൊണ്ടുവന്ന ഡ്രൈവർ 50 ലക്ഷം രൂപയുടെ കാറയിലെ സീറ്റ് സ്വിച്ച് ഞെക്കിയാൽ ഇങ്ങനെ പുറകോട്ട് പോകും. അവൻ പുറകോട്ട് സീറ്റിട്ട് വണ്ടി ഓണാക്കി AC-ക്കകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുക. അവൻ ഈ കോമ്പൗണ്ടിനകത്ത് AC ഓണാക്കി മരത്തിൻ്റെ ചുവട്ടിലിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അയർത്ത് കുളിച്ച് നമ്മുടെ മുമ്പിലിരുന്ന് വചനം എഴുതിയെടുത്തോണ്ടിരിക്കുക. ആരാ സ്വർഗത്തിൽ കിടക്കുന്നത്? ആരാ നരകത്തിൽ കിടക്കുന്നത്? കണ്ടോ? ഡ്രൈവർ നല്ല മനുഷ്യനാ. അവനതുകൊണ്ട് എന്താണ്, അവനെ ഒന്നും ഭാരപ്പെടുത്തുന്നില്ല. അവൻ കിടക്കുക ഒരു ദിവസം കിട്ടിയുള്ളെങ്കിൽ ആ ഒരു ദിവസം AC-ക്കകത്ത് സുഖമായിട്ട് കിടക്കുന്നു. മറ്റവർ നരകത്തിൽ. അവസാനം ഞാനവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കൂടെ വിറ്റ് നമുക്ക് കട അങ്ങ് വീട്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഞാൻ ചോദിച്ചത് എല്ലാം കൂടെ വിറ്റാൽ എത്ര കിട്ടും? എല്ലാം കൂടെ വിറ്റാൽ ഇപ്പോൾ ഒരു 10-50 കോടി രൂപ കിട്ടും. ഞാൻ പറഞ്ഞു എന്നാൽ അതങ്ങ് വിൽക്ക്. ഞാൻ ഉപദേശിച്ച്. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപ കടമുണ്ട്? മൊത്തം കടമെന്ന് എഴുതിക്കേ. മൊത്തം കട എഴുതിയപ്പോൾ 60 കോടി രൂപ. എല്ലാം ഈ കോടീശ്വരനെല്ലാം വിറ്റാലും എന്താണ്, ഇനിയും 10 കൂടെ വേണം. സ്വർഗത്തിലാണോ നരകത്തിലാണോ കിടക്കുന്നത്? ഇനി അവർ നരകം അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി നരകത്തിൽ. ഇതുപോലെ തന്നെ നിങ്ങളാരും ഇനി നരകത്തിൽ പോകുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ ഓൾറെഡി എവിടെയാണ് കിടക്കുന്നത്? നരകത്തിലാണ്. പള്ളിയിൽ പോയ സമാധാനമുണ്ടോ? നമ്മൾ നോക്കിക്കേ, നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ നമുക്ക് സമാധാനം കിട്ടുമോ? പ്രിയമുള്ളവരെ, പള്ളിയിൽ ചെന്നാൽ കുർബാനയ്ക്ക് നിന്നാൽ സമാധാനമുണ്ടോ? ഇല്ല. പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്നാ സംഭവിക്കാൻ പോകുമെന്ന് അറിയാൻ മേല. പള്ളി മുറ്റത്ത് സമാധാനമുണ്ടോ? ഇല്ല. വഴിയിലോട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ സമാധാനമുണ്ടോ? ആരാ നമ്മുടെ നെഞ്ചത്ത് കയറ്റാൻ വരുന്നെന്ന് അറിയാൻ പറ്റില്ല. വണ്ടി ഇങ്ങോട്ട് ഇടിപ്പിക്കുന്നത്, സമാധാനമില്ല. ഇനി ആശുപത്രി ചെന്നാലോ? ഹോസ്പിറ്റലിൽ ചെന്നാൽ സമാധാനമുണ്ടോ? ഇല്ല. ഇവർ ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ കിഡ്നിയാണോ എന്താ മുറിച്ചെടുക്കാൻ പോകുന്നത്? ഒരു സ്കാനിങ് എഴുതി തന്നു. എഴുതുമ്പം തൊട്ട് നമുക്ക് ചിന്തയാ, ഈ സ്കാനിങ് ചെയ്യേണ്ടതാണോ അതോ ഡോക്ടർ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണോ? നമുക്ക് ഡോക്ടറെ വിശ്വാസമില്ല. എവിടെയാണ് സമാധാനമുള്ളത്? റെസ്റ്റോറൻറ്റിൽ ചെന്ന സമാധാനമുണ്ടോ? നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്തു, ബിരിയാണി വന്നിരിക്കുമ്പോൾ ഇതിനകത്ത് പുഴുണ്ടോ? ഒരു മാങ്ങാപ്പഴം തിന്നേക്കാമെന്ന് വിചാരിച്ച് എടുത്ത് മാങ്ങ മേടിച്ച് ചെത്താനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ദൈവമേ വല്ല കാർബൈഡ് വിട്ട് ക്യാൻസർ വരുന്ന കേസ് വല്ലതും ആണോ? സമാധാനമുണ്ടോ? ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയിപ്പം നരകത്തിലൊന്നും പോകേണ്ട കാര്യമില്ല. ഓൾറെഡി ഇവിടെ ഈ ഭൂമി തന്നെ എന്തായിട്ടുണ്ട്? നരകമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പതിപ്പാണ് ഇനി മേളിൽ കാണാൻ പോകുന്നത്. മരിച്ചു കഴിയുമ്പോൾ ഓൾറെഡി നരകത്തിലാണ്. അതുകൊണ്ട് നരകത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന വ്യക്തമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. യേശു പറഞ്ഞത്, ധനവാൻ നരകത്തിൽ പോയി, ലാസർ സ്വർഗത്തിലും പോയി, ധനവാൻ നരകത്തിൽ കിടക്കുക. എന്താ നരകമെന്നുള്ളത് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മൊത്തം തീയാന്നാണ്. ധനവാനായ മനുഷ്യൻ തീക്കകത്ത് കിടന്ന് വിഷമിക്കുകയാണ്. തീക്കകത്ത് കിടന്ന് എന്നാക്കി അനുഭവം? വേർക്കുക, പിന്നെ മൊത്തത്തിലൊരു ഇറിറ്റേഷൻ, പിന്നെ പൊള്ളുന്ന പോലെ തോന്നുക, പിന്നെ ബോധം കെട്ട് വീഴുന്ന പോലെ തോന്നുക, പിന്നെ ഇത്രയൊക്കെ ഉള്ളോ? വല്ലാത്തൊരു ദാഹവും പരവേശവും. അതുകൊണ്ടല്ലേ കുപ്പി എപ്പോഴും കൈപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നരകത്തിൽ കിടന്ന് തീക്കകത്ത് കിടന്ന് ഈ ധനവാനായ മനുഷ്യൻ വിഷമിക്കുകയാണ്. വിഷമിക്കുന്ന സമയത്ത് അയാൾ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്.
നരകത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ചിന്ത അതാണ്. എന്താണെന്ന് അയാൾ പറഞ്ഞത്? അബ്രഹാം പിതാവേ, എനിക്ക് ദാഹിക്കുന്നു, ഒരു തുള്ളി വെള്ളം തരുവോ? ഇതാണ് നരകം. എന്താണ്? ഒരു നരകത്തിൽ കിടക്കുന്ന വ്യക്തിയുടെ ആന്തരിക അവസ്ഥ, അയാളുടെ ഉള്ളിലെ ശൂന്യത വല്ലാത്തൊരു ദാഹമായി വളർന്നു നിൽക്കും. ഇതുപോലെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ വേറൊരു മനുഷ്യനുണ്ട്. ആരാന്നറിയോ? യേശു. എപ്പോഴാണ് പറഞ്ഞത്? പിതാവിനോട് ചേർന്നിരുന്ന പുത്രൻ ലോകത്തിൻ്റെ മുഴുവൻ പാപമെടുത്ത് തലേ വെച്ച ഒരു സമയത്ത് യേശു വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. പാപം ദേഹത്ത് കയറ്റിയാൽ ഏത് മനുഷ്യന് ഈ അവസ്ഥ വരും, ദൈവമാണെങ്കിൽ പോലും. എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ നരകം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ശൂന്യതയുടെ അവസ്ഥയാണ്. ആ ശൂന്യത നമ്മളെ ചില ദാഹങ്ങളിലേക്ക് നയിക്കും. ഒരു ദാഹം ഉണ്ടാക്കും നമുക്ക്. ആ ദാഹം തീർക്കാൻ ദൈവത്തെ അറിയാത്ത മനുഷ്യൻ മരുപ്പച്ചകൾ തേടി പോകും. മരുഭൂമി ചെന്ന് കഴിയുമ്പോൾ മരുപ്പച്ച എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്നാ ഈ മരുപ്പച്ച? പിന്നെ മരുഭൂമിയിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിയുമ്പം അവിടെ വെള്ളം കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഓടിച്ച് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വെള്ളയിൽ ഇവിടെ വെള്ളമുള്ള പോലെ തോന്നും. ഉടനെ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോരും. ഇങ്ങനെ മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി അവസാനം വെള്ളം കിട്ടാതെ ചത്തുപോകും. അതാണ് മരുപ്പച്ച. പിടികിട്ടിയോ? ഇതുപോലെ തന്നെ ചില മനുഷ്യർ, പ്രിയമുള്ളവരെ, ഉള്ളിൽ ഇങ്ങനെ ആന്തരികമായ ശൂന്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? ഓട്ടമാണ്. എന്തിൻ്റെ പുറകെ? അവരോർക്കും പണം കിട്ടിയാൽ ഇത് ശരിയാകും. ഉടനെ പണത്തിൻ്റെ പുറകെ ഓടും. പണം കുറേയെല്ലാം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും പണം കൊണ്ട് ഇതൊന്നും നേടാൻ പറ്റുകയില്ല. അത് കഴിയുമ്പോൾ വേറെ ചില കാര്യങ്ങളുടെ പുറകെ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്ഥാനങ്ങൾ കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും. പ്രിയമുള്ളവരെ, ദാഹം വരാൻ കാരണം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവില്ലാത്തതാണ് അവരുടെ കാരണം. പരിശുദ്ധാത്മാവ്, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അവന് ദാഹം ഉണ്ടാകുകയില്ല. അവന് ഉള്ളത് മതി, കിട്ടിയതൊക്കെ മതി, ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ ദൈവം തരികയാണെങ്കിൽ മതി, ഇല്ലേ വേണ്ട, ഈ മനോഭാവം ഉണ്ടാകും. എന്ത് സമാധാനം എന്നറിയോ പ്രിയമുള്ളവരെ? തമ്പുരാൻ തന്നാൽ മതി, ഇല്ലേ വേണ്ട. ആരോഗ്യമുണ്ട്, മതി, ഇല്ലേ വേണ്ട. പ്രിയമുള്ളവരെ, പല ആളുകളെയും ഞാനിതുപോലെ കണ്ടിട്ടുണ്ട്. എനിക്കിതുപോലെ സമാധാനം കേട്ടോ. എനിക്ക് രോഗം വന്നാൽ ഭയങ്കര സന്തോഷമാണ്. അസുഖമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സുഖമായിട്ട് കിടക്കാമല്ലോ. ഇനി ആളുകളൊക്കെ വല്ലതും എന്നാ പറയുന്നത് ആപ്പിളൊക്കെ കൊണ്ട് തരും, അതൊക്കെ കഴിച്ചുകൊണ്ട് വെറുതെ അനങ്ങാതെ കിടക്കാം രോഗം വന്ന്. ഇനി രോഗം മാറിയ അതിനേക്കാളും സന്തോഷം. ദൈവവചനമൊക്കെ പറഞ്ഞ് എങ്ങനെ നിൽക്കാം. പൈസ ഉണ്ടേ സന്തോഷം. പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പൈസ ഇല്ലേ, ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കാമല്ലോ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അങ്ങിരിക്കാം. പ്രോഗ്രാം ഉണ്ട് സന്തോഷം. കാരണം എന്താണ്? അത് ചെയ്യാമല്ലോ. പ്രോഗ്രാം ഇല്ലല്ലോ. എന്തോരം പുസ്തകം മേടിച്ച് വെച്ചിരിക്കുന്നറിയോ? വേദോസമൊക്കെ വായിച്ച്, പുസ്തകമൊക്കെ വായിച്ച്. പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ട്. യൂട്യൂബിലെ പ്രസംഗങ്ങളൊക്കെ എന്തോരം പ്രസംഗം, നല്ല നല്ല പ്രസംഗങ്ങൾ, നല്ല ആളുകളുടെ പ്രസംഗങ്ങൾ, അതുമൊക്കെ കേട്ട്, പാട്ടുമൊക്കെ കേട്ട്, നല്ല ക്രിസ്തീയ ഗാനങ്ങളൊക്കെ കേട്ട് സുഖമായിട്ടിരിക്കുക. പിന്നെ പുറത്തോട്ടിറങ്ങി വല്ല ചെടിയൊക്കെ വെക്കുക. എന്ത് സന്തോഷമായിട്ട് വെറുതെ ഇരിക്കുക. നിങ്ങൾക്കും അങ്ങനെ ഇരിക്കരുതോ? ദൈവരാജ്യം ഈ കിടന്നുകൊണ്ട് ഈ നല്ല ജോലിയും ചെയ്താൽ ജോലി ചെയ്യുന്ന പൈസയും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വല്ലോ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്ത് പിന്നെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടുക. പ്രിയമുള്ളവർ, എന്നാ ദോഷം വരാൻ പോകുന്നറിയാവോ? ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ അച്ചായൻ 18-ാമത്തെ വയസ്സ് മുതൽ 35 വർഷം ഗവൺമെൻറ് സർവീസ് ചെയ്ത ആളാണ്. 35 വർഷത്തെ സർവീസ് കൊണ്ട് പിതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് എന്നാണെന്നറിയോ? കിട്ടുന്ന പൈസയിൽ നല്ല ശതമാനം പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഈ പൈസ മുഴുവൻ കിട്ടും. 89 കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് റിട്ടയർഡായിട്ട് പുറത്തു വരും. ആ സമയത്ത് ഒരു 3-4 ലക്ഷം രൂപ കൈ കിട്ടും. അന്നത്തെ കാലത്ത് 4 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ, ആ പ്രദേശത്തുള്ള മുഴുവൻ സ്ഥലവും മേടിക്കാൻ പറ്റും. ആ വച്ചായൻ പറഞ്ഞ് 2000 രൂപ 1500 രൂപ സെൻറ്റിന് വിലയുള്ളൂ അന്ന്. അപ്പോൾ ഇത് 1000 ഒക്കെ കൊടുത്താൽ കിട്ടും. 950 രൂപയൊക്കെ കൊടുത്താൽ സെൻറ്റിന് വില കിട്ടുന്ന സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള ഈ 4 ലക്ഷം രൂപയ്ക്ക് എന്തോരം സ്ഥലം മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് 7 വർഷം കഴിയുമ്പോൾ അവിടെയെല്ലാം കൊച്ചു റബ്ബർ വെച്ച് കഴിയുമ്പോൾ അത് വലിയ റബ്ബറാകും.
മൊത്തം റബ്ബർ വെട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഞാനെന്നൊരു അച്ഛനോട് പറയും, ദൈവമേ ഈ മുറ്റം വലിപ്പം കൂട്ടണം, കാരണം ഈ റബ്ബർ ഷീറ്റ് മുഴുവൻ തൂക്കി ഇടണ്ടേ. ഇപ്പോൾ ഉള്ളത് കൂടാതെ ഇപ്പോൾ ഉള്ളത് തന്നെ 15 ഉണ്ട് നല്ല സീസണിൽ. അതുകൂടെ കഴിയുമ്പോൾ 100 ഇടണമെങ്കിൽ എന്തോരം കമ്പി, എന്തുമാത്രം ഇടയും വേണം. ചിമ്മിനിയൊക്കെ പൊളിച്ച് പണിയേണ്ടി വരും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ചായൻ റിട്ടയർഡ് ആകുന്നതിന് 1 വർഷം മുമ്പ് മരിച്ച്. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ സർവീസിനിടയ്ക്ക് മരിച്ചതുകൊണ്ടുണ്ടായ നേട്ടം എന്നാണെന്നറിയോ? ആ പ്രത്യേക കോമ്പൻസേഷനോടെ കൂട്ടി അച്ചായൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടെ പൈസ ഞങ്ങൾക്ക് കിട്ടി. അച്ചായൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കോമ്പൻസേഷനും അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ആയിട്ട് കുറേ പണം കൂടെ കിട്ടി. അതെല്ലാം കൂടി ഒരു 4-5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു. അച്ചായൻ അതിനകത്തൊന്നും 1 രൂപ പോലും ആസ്വദിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ടൊരു ബെഡ് അച്ചായൻ കണ്ടിട്ടേ ഇല്ല. മെത്തയെന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. ഒരു പായും ഒരു പ്ലാസ്റ്റിക് കട്ടിലയിലാണ് കിടന്നിരുന്നത്. കാരണം ബെഡ് ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. അച്ചായനോട് ഈ ബെഡൊക്കെ മേടിച്ച് കാശ് കളയണ്ട, ഇതെല്ലാം കൂടെ വെച്ച് റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എത്ര ബെഡ് വേണേലും മേടിക്കരുത്. ഒന്നും ഉണ്ടായില്ല. ഈ കിട്ടിയ പൈസ എന്നാ പറ്റിയെന്നറിയോ? പ്രിയമുള്ളവരെ, ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം കൂടെ നല്ല ബിസിനസ് നടത്തി. എല്ലാ ബിസിനസ്സും കൂടെ പൊളിഞ്ഞ് 1 വർഷം കൊണ്ട് ഒരു ജീവിതായുസ് കഷ്ടപ്പെട്ട മുഴുവൻ നഷ്ടപ്പെട്ട്. അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാത്ത ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആ പണമൊന്നും എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. ഞാൻ വീട് വിട്ട് പോരുമ്പോൾ ഉണ്ടായിരുന്നതും കൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. ഒന്നും ഇല്ലാതെയാണ് ഇറങ്ങിയത്. പക്ഷേ പ്രിയമുള്ളവരെ, ഒന്നിനും കുറവ് എനിക്ക് വന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതാ ഒരു ജീവിതായുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ ഒരു നല്ല ബെഡൊക്കെ മേടിച്ച് അന്നുമുണ്ട്, ഈ ഡ്യൂറോഫ്ലെക്സിൻ്റെ ബെഡൊക്കെ അന്നുമുണ്ട്. അതേലൊക്കെ ഒരെണ്ണം കിടന്ന് സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിലോ, നല്ല ഹോട്ടലിലൊക്കെ കയറി അച്ചായൻ വല്ല ഭക്ഷണമൊക്കെ നല്ലോണം വയറ് നിറച്ച് കഴിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഈ കാശ് മുഴുവൻ സമ്പാദിച്ചിട്ട് ഈ മത്തി വറുത്തതും കഴിച്ച് ജീവിക്കുന്ന പരിപാടി നടത്തണം. നല്ല നല്ല മീനുകളുണ്ട്, കുമരകത്തുനിന്ന് കിട്ടുന്ന നല്ല കരിമീൻ. അത് കൂടുതലും ഇപ്പം ഞങ്ങൾ ബിഷപ്പുമാരാണ് തിന്നുന്നത്. പോരാ, നിങ്ങളും കഴിക്കണം. നിങ്ങളൂടെ അത് മേടിച്ച് കഴിക്കണം. നല്ലതാണ്, നല്ല ടേസ്റ്റൊക്കെ ഉള്ള സീസണിൽ പോയി അതുമൊക്കെ മേടിച്ച്, ആഗോലി ഇതുപോലെയൊക്കെയുള്ള നല്ല മീനുണ്ട്, അതൊക്കെ മേടിച്ച് വറുത്ത്, പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ വറുത്തൊക്കെ വെച്ചിട്ട് മേശപ്പുറത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്ന്, എടി നീ ഒരെണ്ണം കഴിക്കടി, ഞാൻ ഒരെണ്ണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിക്കണം. ഇത് ഈ പട്ടിണിയും പരിവട്ടവും കിടന്ന് എത്ര കാലം ഇങ്ങനെ ജീവിക്കുന്നത്? എന്നിട്ട് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മക്കൾ എന്ത് ചെയ്യും? ചിലപ്പോൾ തകർത്തെന്നിരിക്കും. അതുകൊണ്ട് നല്ല പ്രായത്തിൽ വായിക്ക് രുചിയായ ഭക്ഷണമെങ്കിലും നിങ്ങൾ ഈ ധ്യാനം കഴിയുമ്പോൾ കഴിക്കാൻ നോക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്ത ഒരു ദാഹം ഇങ്ങനെ കിടക്കുകയാണ്. ആ ദാഹമാണ് പണാസക്തിയായി, സ്ഥാനമാനാസക്തിയായി, വിദ്വേഷത്തിൻ്റെ ആസക്തിയായി, ലൈംഗിക ആസക്തിയായി ഈ മനുഷ്യനിൽ കത്തിപ്പടരുന്നത്.